ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മലയാള സിനിമ 2025 നമ്മുടെ ഏപ്രിൽ മാസം, ഏപ്രിൽ മെയ് ജൂൺ പിന്നിടുമ്പോൾ മലയാള സിനിമ വലിയൊരു ബിഗ് ഹിസ്റ്ററി സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം രണ്ട് പടങ്ങൾ അത്രയധികം എമൗണ്ടാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. വെറും 2.5 കോടി ജനങ്ങളുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. ലാലേട്ടൻ എന്നൊരു വ്യക്തിയുടെ ഫാൻ പവർ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയും പടങ്ങൾ തുടരുകയാണ്. അപ്പോൾ തുടരുന്ന മൂവി OTT-യിലും ഓരോരോ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട ആളുകൾ വീണ്ടും വീണ്ടും കാണുന്നു, തിയേറ്ററിൽ കണ്ട ആളുകൾ വീണ്ടും ഇരുന്ന് കാണുന്നു, അതിൻ്റെ ഓരോ ഭാഗങ്ങൾ നോക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിൽ അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാണ്. ഈ തുടരുന്ന പടത്തിൻ്റെ ഓരോ ഭാഗങ്ങളും സോഷ്യൽ മീഡിയയിൽ വരെ ട്രെൻഡായിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വില്ലനെയും കൂടി കിട്ടി. അപ്പോൾ തുടരും കഴിഞ്ഞിട്ട് 2 days കഴിഞ്ഞാൽ നമ്മുടെ ചോട്ടോമ്പേ റിലീസിനെത്തുകയാണ്. 2007 സമയത്ത് ഞാൻ ആ മൂവി കാണുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രാഗത്തിൽ 9 മണിയുടെ ഷോയാണ് ഞാൻ കാണുന്നത്. 20 രൂപയുടെ ടിക്കറ്റിലാണെന്ന് കാണുന്നത്. അന്ന് എന്തോ ജോലിക്ക് പോയി തുടങ്ങിയ സമയമാണ് എനിക്ക് ഓർമ്മ, 2007 സമയത്ത്. യെസ്. അപ്പോൾ ആഘോഷമായി കണ്ട പടമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടൊരു മൂവിയായിരുന്നു ചോട്ടാ മുംബൈ. അത് അത്ര ആഘോഷം. ആ ചെട്ടിക്കുളങ്ങര എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, തകർത്ത് ചെയ്താണ്. ആ ചോട്ടാ മുംബൈ പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന്മാരുണ്ട് എറണാകുളം, കൊച്ചിയിലൊക്കെ. അവർക്ക് ഭയങ്കര നോസ്റ്റാണ്. അവർ ആ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പഠിക്കുന്ന സമയത്തുള്ള കഥയാണിത്. അപ്പോൾ ചോട്ടാ മുംബൈ വീണ്ടും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആക്ഷനും കോമഡി, ലാലേൻ്റെ സ്റ്റൈലും ഹീറോയിസും ഒക്കെ ഒന്നുകൂടി കാണാൻ പറ്റുകയാണ്. റിലീസിന് വെയിറ്റ് ചെയ്യാണ്. ഓൾറെഡി ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FDFS തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ ടിക്കറ്റ് ക്ലോസ്ഡ്. 2 ഷോ ഉണ്ടെന്നാണ് കേട്ടത്. പിന്നെ 6 മണിക്ക് 9 മണിക്ക്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് നാളെ മുതൽ മൈ ഷോയിലുണ്ട്, ബുക്ക് ചെയ്തോളൂ. അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണപ്പയിൽ ക്യാമിയോ റോളായിട്ട് വരുന്നുണ്ട്. എൻ്റെ ഓൾറെഡി ആ ലുക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരുപാട് ഷെയർ ആയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ തന്നെ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ണപ്പ അത് കഴിഞ്ഞാൽ അടുത്ത മാസം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓണത്തിന് ഹൃദയപൂർവ്വം, അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. സ്റ്റണ്ട് സിൽവേറെ പ്രസൻസ് ഒക്കെ കണ്ടത്. സത്യനന്ദിക്കാട് ഒപ്പം തന്നെ അഖിൽ സത്യൻ, അനൂപ് സത്യനും ഉണ്ട്. അതിനെ ഏറ്റവും വലിയ ഹാപ്പി ന്യൂസ്, വലിയൊരു ടീമുണ്ട്, യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ടീമുണ്ട്. സംഗീത പ്രതാപൊക്കെ വരുന്നുണ്ട് ഇതിൽ. ഭയങ്കര പ്രതീക്ഷയാണ്. സ്റ്റണ്ട് സിൽവ കണ്ടതോടുകൂടി ഇതിലും ഫീൽ ഗുഡാന്ന് പറഞ്ഞിട്ട് ഇനിയൊരു എമ്പുരാൻ കഴിഞ്ഞ് തുടരും കഴിഞ്ഞ് അവസാനം എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവും ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഹൃദയപൂർവ്വം കഴിഞ്ഞാൽ തന്നെ വേറൊരു പടം വരുന്നുണ്ട്, വൃഷഭം. അത് വലിയ കാസ്റ്റിംഗ് ആയിട്ട് വരുന്നൊരു പടമാണ്. കണ്ണപ്പ. അതെ, കണ്ണപ്പ ഒരുവിധം എല്ലാ ലാംഗ്വേജിലെ ആ ഹീറോയിസുള്ള അഭിനയിക്കുന്ന ഒരു പടം കൂടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഒരുപാട് ചെയ്തുള്ളതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഭയം ഭക്തി ബഹുമാനം. ദിലീപേണ്ട പടത്തിലെ ഒരു ക്യാമിയോ ഉണ്ട് ഓൾറെഡി സെറ്റ്. അത് ഓക്കെയാണ്. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. ധ്യാൻ ശ്രീനിവാസൻ ഒപ്പം ഉണ്ട്. ആ പടം ഒരു ഗസ്റ്റ് റോളായാലും അതിൽ ആൾ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിലെ ആൾ കയറും, അത് ഉറപ്പാണ്. അപ്പം അതിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആ പടത്തിൻ്റെ പേരനൊരു വെറൈറ്റിയാണ്, ഭയം ഭക്തി ബഹുമാനം. ദിലീപേട്ടനൊരു നല്ലൊരു തിരിച്ചുവരവാവട്ടെ. യെസ്. അത് കഴിഞ്ഞ് വരുന്ന MMN. മമ്മൂട്ടിക്ക് ഒരു 100 കോടി എന്നൊക്കെ നമ്മൾ തമാശയിൽ പറയുമെങ്കിലും ഈ 100 കോടി മമ്മൂട്ടിക്ക് പടത്തിൽ കിട്ടും. കാരണം കുഞ്ചാക്കോ ബോബൻ, മോഹൻലാൽ ടീം വരുന്ന സമയത്ത്, പിന്നെ മഹേഷ് നാരായണൻ, വലിയ പ്രതീക്ഷ തന്നെയാണ്. നമുക്കിതൊരു 100 കോടി ആയിട്ടില്ല. പലരും സോഷ്യൽ മീഡിയയെ കുറിച്ച് ട്രോളൊക്കെ കണ്ട്. ഞാനൊരു വീഡിയോ സമയത്ത് തന്നെ ട്രോളി കണ്ടു. അപ്പോൾ പടത്തിന് ആളുകൾ കയറുമ്പോഴാണ് കളക്ഷൻ വരുന്നത്, കളക്ഷൻ വരുമ്പോഴാണ് ഈ കോടികളൊക്കെ വരുന്നത്. അപ്പോൾ അത് റിയാലിറ്റിയാണ്. എന്തായാലും നമുക്ക് ഈ പടത്തിലൊരു 100 കോടി ഉറപ്പാന്ന് ഞാൻ പറയുന്നു. പടം ഹിറ്റ് തന്നെയായിരിക്കും. അതിലും ആൾ ക്യാമിയായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ കാത്തിരിക്കുന്നൊരു പടമാണ് ജയിലർ 2. ജയിലർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ട ജയിലറിൽ 2-3 സീൻ വന്നു പോയി, പിന്നെ തിയേറ്റർ കത്തിച്ചു. ആ സീനുണ്ടല്ലോ, നിനക്ക് എൻ്റെ നിന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഉള്ളു തുറന്ന് ഊടിയിട്ട സീനായിരുന്നു. പല ഡയലോഗ്സ് എന്താ മോനെ വേണം. 2-3 സീനാണ് വന്നത്. ഇതിലെന്തായാലും ആളെന്താന്ന് മാത്യു എന്നുള്ള ക്യാരക്ടറിന് ഡീറ്റെയിലിംഗ് വേണമല്ലോ. അപ്പം അതിനുള്ളൊരു ക്യാരക്ടർ ഉണ്ടാവും. ഇങ്ങനെ 10 മിനിറ്റിൽ ഉണ്ടായാൽ മതി. അത് കാരണം ആ മാത്യുവിനെ കണ്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ പിന്നെ വരുന്നൊരു പടം ഏകദേശം അത് ക്യാമിയ തന്നെയാണ്. പിന്നെ പൃഥ്വിരാജ് ബിപിൻ ദാസ് പ്രൊജക്റ്റിനെ കുറിച്ചൊരു ഡിസ്കഷനൊക്കെ നടന്നിരുന്നു. അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്താണെന്ന് അറിയില്ല. അത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയായിരിക്കും. ബിപിൻ ദാസ് എന്ന് നമുക്കറിയാം, ജയ ഹോ എന്ന പടത്തിലൊക്കെ ഒരുപാട് പടങ്ങൾ ആൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ അമ്പലനടയിലെ ടീം ഒക്കെ. അപ്പോൾ അവരൊരു കോമഡി സബ്ജക്റ്റ് ഇല്ല. നമ്മുടെ ലാലേട്ടൻ്റെ ആ കുസൃതരങ്ങളും ചമ്മലൊക്കെ കാണാൻ ഒന്നുകൂടി നമുക്ക് പറ്റും. പഴയ വിൻറ്റേജ് ലാലേട്ടനെ പോലൊക്കെ തുടരുമ്പിൽ കുറേ കിട്ടി. നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് ചിലപ്പോൾ കിട്ടിയാലോ. കാരണം തുടരും ചെയ്ത് കണ്ടപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സിന് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. ആ ലാലേട്ടൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ആ ലാലേട്ടൻ വന്നപ്പോൾ കുടുംബങ്ങൾ മൊത്തം തിയേറ്ററിൽ പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെന്നേ, അയാളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയധികം ആളുകൾ. വേറൊരു നടനുണ്ട് ഇങ്ങനെ
വയസ്സായ അമ്മമാരൊക്കെ ഇറങ്ങുന്നത് അതൊരു സംഭവം തന്നെ, കാണുമ്പോൾ തന്നെ ഒരു സംഭവം ഇല്ലായിരുന്നു. അതിൽ കഴിഞ്ഞിട്ട് നമ്മുടെ അമൽ നീരത്ത് പ്രൊജക്റ്റും ഡിസ്കഷൻ വളരെ സീരിയസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രൊജക്റ്റ് ഏകദേശം കൺഫേം പോലെ തോന്നുന്നു. വീണ്ടും വീണ്ടും ഒരു ഡിസ്കഷൻ ഇരിക്കുന്നുണ്ട്. കാരണം ഡേറ്റിൻ്റെ ഒരു വിഷയം നോക്കി ഇപ്പോൾ ക്ലാഷ് ഡേറ്റുകളാണ് കുറേയൊക്കെ. അപ്പോൾ ഈ അമൽ നീരജ് പ്രൊജക്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ കണ്ടത് എന്നായിരുന്നു അമൽ നീരത് പ്രൊഡക്റ്റ് നമ്മൾ കണ്ടത് സാഗർ ഏലിയാസ് ജാക്കി. അപ്പോൾ അടുത്തൊരു പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ ബ്ലസ്സി അടുത്തൊരു പടം ചെയ്യും നാടുകളത്തിൻ്റെ ഇതിൽ സെറ്റിൽ തന്നെ അടുത്ത് ലോലായിട്ടിനെ വെച്ച് പറഞ്ഞിരുന്നു. അപ്പം തന്നെ അതിൻ്റെ സക്സസ് സെലിബ്രേഷനും ബ്ലസ്സി പറഞ്ഞിരുന്നു അടുത്ത പടം അത് ലാലേട്ടനെ വെച്ച് തന്നെയായിരിക്കും. ലാലേട്ടനും ബ്ലസ്സിയും തമ്മിൽ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. തന്മാത്ര, ഭ്രമരം, 2 പടങ്ങൾ ഇന്നെപ്പോൾ വന്നാലും ഇരുന്ന് കാണും, വെറുതെ ഇരുന്ന് കാണുക. എന്ന് വെച്ചാൽ അതിലെ അഭിനയ മുഹൂർത്തങ്ങൾ, എന്നിട്ട് കരയുമ്പോൾ ഞാനും കരയും, അങ്ങനത്തെ സീനുകളുണ്ട് അതിൽ കുറേ. അപ്പോൾ അത് വീണ്ടും ബ്ലസ്സി വരുന്ന സമയത്ത് ആടുജീവിതം അത് വേറെ മൂഡ് സാധനമാണ്, അയാൾ വേറൊരു ലോകമാണ്. അപ്പോൾ അത് നമ്മൾ വെയിറ്റിംഗ് ആണ്. ആടുജീവിതം എന്ന് പറഞ്ഞ പടം ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് എനിക്ക് അത്രയും ഇറങ്ങിപ്പോന്നിട്ട് വരെ ഫീല് ഇട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഭ്രമരായാലും തന്മാത്ര കണ്ടിട്ട് എനിക്ക് 2-3 ദിവസം ഈ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ രോഗത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. എനിക്ക് ഉറക്കമുണ്ടായിട്ടില്ല. അങ്ങനത്തെ ചില മെമ്മറീസ്, ചില ഭാഗങ്ങളൊക്കെ നമുക്കിങ്ങനെ സ്വപ്നത്തിൽ കാണുന്ന പോലത്തെ ഫീലാണ്. അത്രയും കണക്ട് ആയ പടമാണ് തന്മാത്ര. കാരണം അത്രയും പ്ലാൻഡായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു രോഗം. യെസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബ്ലസ്സി പ്രൊജക്റ്റ്. അതിനിടയ്ക്ക് ദൃശ്യം 3 നമ്മൾ വിട്ടുപോയി. ദൃശ്യം 3യുടെ ഷൂട്ടൊക്കെ ഏകദേശം കുറേ ഭാഗങ്ങളൊക്കെ അതിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിത്തു ജോസഫിൻ്റെ റാം എന്നൊരു പടത്തിൻ്റെ അവസ്ഥ എന്താ നമുക്കറിയില്ല. ഒരു നല്ല ഭാഗങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ വെക്കുന്നൊരു പടമാണ്. അത് ബിഗ് ബജറ്റ് പടം കൂടിയാണ്, 2 പാർട്ടിൽ ഇറക്കുന്നതൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു പടം കൂടി നമുക്ക് വെയിറ്റിങ്ങിലുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും അറിയില്ല, പക്ഷെ അതൊരു പ്രതീക്ഷിക്കാവുന്ന പടം തന്നെയാണ്. ഏകദേശം ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ദൃശ്യം 3 കഴിഞ്ഞ്, ദൃശ്യം 3 ഓൾറെഡി അനൗൺസ്ഡ് ആണ്, അതിൽ യാതൊരു മാറ്റമില്ല. അത് ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. എന്ത് കാണിച്ചു കൂട്ടുന്ന ആലോചിക്കുന്നു ദൃശ്യം 3യിൽ ജോർജ് വിട്ടേ. അത് കഴിഞ്ഞ് കൃഷ്ണേന്ദ്രൻ്റെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, മണിയമ്പിള്ള രാജുവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വരുന്നത് മണിയമ്പിള്ള രാജു. ചോട്ടാ മുംബൈ ടീം അവരൊരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ടീം വരുമ്പോൾ സന്തോഷ്, പ്രത്യേകിച്ച് പുതുമുഖ നായകന്മാർ. ഇയാൾ വലിയൊരു സംഭവമാണ്, ഒരുപാട് ഷോർട്ട് ഫിലിമും ഒരുപാട് പടങ്ങൾ ചെയ്തു. പ്രത്യേകിച്ച് യുവതലമുറയുള്ള നായകന്മാർക്ക് ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ പടം നമ്മൾ വെയിറ്റിംഗ് ആണ്. പിന്നെ ജിത്തു മാധവൻ പ്രൊജക്റ്റ്, അതും സീരിയസ് ഡിസ്കഷനാണുള്ളത്. അപ്പോൾ അതെന്ന് വരും നമുക്കറിയില്ല. അത് വളരെ ഒരു സീരിയസ് ഡിസ്കഷൻ 1-2 പ്രാവശ്യമൊക്കെ അവർ ഇരുന്നിട്ടുണ്ട്. ജിത്തു മാധവൻ പടം വരുമ്പോഴൊക്കെ ലാലേട്ടൻ്റെ നമ്മളിങ്ങനെ ഓരോ ജിത്തു മാധവൻ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളു. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നൊക്കെ ഓരോ ഭാഗങ്ങളൊക്കെ ലാലേട്ടൻ്റെ ഓരോ രൂപങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ തെളിയാണ്. അത്രയും പ്രതീക്ഷയുള്ളൊരു പ്രൊജക്റ്റാണ് ജിത്തു മാധവൻ്റെ. അതുപോലെ L3 എക്സ്ട്രയൽ അത് ഓൾറെഡി ഉണ്ടാകാൻ ഉറപ്പാണ്. കാരണം അത് ഓൾറെഡി അനൗൺസ്ഡ് ആണ്. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അധികം വൈകാണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീഫൻ്റെ തിരിച്ചുവരവും കാര്യങ്ങളും, സ്റ്റീഫൻ എന്ത് ചെയ്തിരുന്നതൊക്കെ അവിടെ നിർത്തിപ്പോയുള്ളത് നമ്മുടെ പ്രണവ് മോഹൻലാലിനെ അവസാനം കാണിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രതീക്ഷയുള്ള പടമാണ്. എനിക്ക് എമ്പുരാൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ എമ്പുരാൻ തന്നെയാണ് 1ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ബോക്സ് ഓഫീസിൽ. 2ാം സ്ഥാനം തുടരും. ഇപ്പോഴും അതിലെ വിപണന സാധ്യതകളെ കണക്കുകൾ മൊത്തമായിട്ട് പുറത്തു വന്നിട്ട് ഇപ്പോൾ OTT സ്ട്രീമിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വരാനുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ കാരണം നമുക്ക് ലാലേട്ടനെ കുറച്ചധികം കിട്ടും. ഇത് എമ്പുരാന് നമ്മൾക്ക് അധികം നേരം കിട്ടിയില്ലല്ലോ. പൃഥ്വിരാജിൻ്റെ കഥയിലുള്ളപ്പോൾ ഇപ്പോൾ ഇതുള്ള സമയം നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ അതിൻ്റെ സംഭവം കൂടിയുണ്ട്. അതുപോലെ ലിജോ ജോസ് പെല്ലിശ്ശേരി പ്രൊജക്റ്റ് ഉണ്ടാകുന്നത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അത് എമ്പുരാൻ മലൈക്കോട്ടെ വാലിബൻ്റെ സെക്കൻഡ് പാർട്ട് ആകുമെന്ന് അറിയില്ല, പക്ഷെ അത് ആ വഴിയിലെന്ന് തോന്നുന്നു. ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ അങ്കമാലി ഡയറീസ് ടീമായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പടങ്ങൾ ഇനി വരാനുണ്ട്. എന്ന് ഇറങ്ങും, എങ്ങനെ ഷെഡ്യൂൾ ചെയ്യും, എത്ര കാലത്തിന് ശേഷം വരുന്നൊക്കെ കണ്ടറിയണം. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുന്ന പടങ്ങളൊക്കെയാണ് നമ്മുടെ ലാലേട്ടൻ്റെത്. അപ്പോൾ അയാൾ തുടരും. അയാളൊരു പ്രതിഭാസമാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ആഗ്രഹിച്ച മുഖമാണ്. ഇന്നൊരു ദിവസം കഴിയുമ്പോൾ തോറും ആളെ കാണാതെ, ആളെ കുറച്ച് വീഡിയോസ് കാണാതെ ദിവസം അത്ര അധികം നമ്മുടെ മക്കളെ എത്ര പ്രാവശ്യം നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ഒരു പക്ഷേ അതിൽ കൂടുതൽ നേരം നമ്മൾ ഭാര്യയെ എത്ര നേരം ആഗ്രഹിക്കുന്ന നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, അച്ഛനമ്മേനെ എത്ര ചിന്തിക്കുന്നുണ്ടോ, ഫ്രണ്ട്സ്. അല്ലെങ്കിൽ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ലാലേട്ടനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ മൊബൈലിൽ 2-3 സ്റ്റാറ്റസിൽ ഡെയിലി ഇടും. അത്ര ഇഷ്ടപ്പെട്ട ഒരു രൂപമാണ്. അപ്പോൾ ആളുടെ പടങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അയാൾ തുടരും. അയാൾക്ക് വേണ്ടി നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് പേർക്ക് കൂടെ സംഭവിക്കട്ടെ. ഒരുപാട് നല്ല കലാകാരൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവട്ടെ. എല്ലാ പടങ്ങൾക്കും നല്ലത് സംഭവിക്കട്ടെ.